മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് അല്ല, പക്ഷേ അതുപോലെ തന്നെ ഒരു നമ്മുടെ ഇന്ന് എന്തൊക്കെയാണ് നടക്കണേന്നുള്ളൊരു സ്പെഷ്യൽ ഇവൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ അനേക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോണ ദിവസമാണ്. അപ്പോൾ നമ്മുടെ പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രീസ് ഓഫ് ദ വേൾഡ് എന്നുള്ള തീമാണ്. അങ്ങനെ അധികം കേട്ടിട്ടൊന്നുമില്ലാത്ത തീമാണ്. അവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ കൺട്രീസും മാപ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അവൻ. ഐ മീൻ ഞങ്ങളെക്കാളും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണ് അവൻ. അപ്പോൾ അവന് ഭയങ്കര താല്പര്യമാണ് ഈ കൺട്രീസിൻ്റെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ തീമിലാണ് നമ്മൾ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോണേ. അവൻ്റെ ബർത്ത്ഡേ ആക്ച്വലി ജനുവരിയിലാണ്, പക്ഷെ നമ്മളിപ്പോൾ സമ്മറിലാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. പിന്നെ എന്തായാലും അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ സ്നാക്സും ഓരോരുത്തർ വെച്ച് പ്രിപ്പയർ ചെയ്യുവാണ്. ഈവൻ ആ സ്നാക്സ് ആണെങ്കിലും ഓരോ കൺട്രി ബേസ്ഡ് ആയിട്ടുള്ള സ്നാക്സാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ശ്രീലങ്കൻ പാൻ കേക്ക്സും പിന്നെ യൂഷ്വൽ പാൻ കേക്ക്, കാനഡ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള പാൻ കേക്ക്സ് ആൻഡ് മേപ്പിൾ സിറപ്പ് സംഭവം, പിന്നെ സമ്മർ റോൾസുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ സമ്മർ റോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റൈസ് ഷീറ്റും അതുപോലെ തന്നെ വെജീസും സാധനങ്ങളൊക്കെ ഇന്നലെ മേടിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പം നമ്മളിന്ന് അങ്ങോട്ടേക്ക് ഇനി പോകുമ്പോൾ നേരത്തെ പോവും, എന്നിട്ട് അവിടെ ചെന്നിട്ട് റെഡിയാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സമ്മർ റോൾസ്. പിന്നെ അതല്ലാതെയുള്ള ശ്രീലങ്കൻ പാൻ കേക്കും അതുപോലെ തന്നെ മറ്റേ പാൻ കേക്കും ഞാൻ ഇവിടെ നിന്ന് ഓൾറെഡി ഉണ്ടാക്കും. മേപ്പിൾ സിറപ്പ് ഓൾറെഡി അവിടെ അഞ്ജലി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കടയിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഇത് രണ്ട് സംഭവങ്ങളും ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഡ്രസ്സ് ഇന്നലെ ഞങ്ങൾ ഓൾറെഡി അവിടെ തന്നെയായിരുന്നു. അന്നപ്പോൾ ലേറ്റായി, ശരിക്കും ലേറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു 1:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ കിടന്നത് ഐ തിങ്ക് രാവിലെ 5 മണിക്കുണ്ടായി കിടന്നതെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. ഇന്നലെ ഇട്ട ആ സെയിം ഡ്രസ്സിൻ്റെ ആ സെയിം കോലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വീട് കംപ്ലീറ്റ് മെസ്സാണ്. കാരണം ഓരോ ദിവസത്തേക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് വൈൻ കുടിച്ച ഗ്ലാസ് തൊട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ അലമ്പടിച്ച് കിടക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ വളരെയധികം എന്താണ് പറയണേ, ഇറ്റ്സ് ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ് ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. ഐ വാസ് ബിസി ഡൂയിങ് ഓൾ ദോസ് സ്റ്റാഫ്. അതുകൊണ്ട് എനിക്ക് വീട് തീരെ നോക്കാൻ പറ്റിയില്ല. ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീട് കംപ്ലീറ്റ് ഒരു മെസ്സാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് കളഞ്ഞേക്കുക. പിന്നെ നമ്മളിന്ന് ഡ്രസ്സപ്പാക്കി പോകാൻ വേണ്ടി പോകുന്നത് ഓരോ കൺട്രീസിലത്തെ ആൾക്കാരെ പോലെയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്ത് പോകാൻ വേണ്ടി പോകണം. അതെന്തായാലും നിങ്ങൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കാണും. പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും നമുക്ക് കൊണ്ടുപോകാനുള്ള പാൻ കേക്ക്സ് 2 റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ശ്രീലങ്കൻ പാൻ കേക്കാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പം പോലെ ഒരു ബേസ് വരും. അതിൻ്റെ അകത്ത് തേങ്ങയുടെ നമ്മുടെ കോഴിക്കോട്ടയുടെ ഒക്കെ ഫില്ലിങ് പോലത്തെ ഒരു ഫില്ലിങ് വരും. അപ്പോൾ പ്രിറ്റി സിമ്പിളാണ്, വലിയ തലപോണ കേസൊന്നുമല്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കണ മുട്ട, പിന്നെ ഇത് ശർക്കരപ്പൊടിയാണ്, പിന്നെ മൈദ, തേങ്ങ, പാല് ആൻഡ് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ശർക്കരയും തേങ്ങയും കൂടെ കൂടിയിട്ട് ഉരുക്കി മിക്സ് ചെയ്ത് നമ്മുടെ കോഴിക്കോട്ടയുടെ സെറ്റപ്പിലാക്കണം. അത് ഞാനിപ്പോൾ തന്നെ അടുപ്പത്താക്കി വെക്കും. ഈ മുട്ടയും മൈദയും പാലും ബേക്കിംഗ് പൗഡറും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ ഒരു പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ കൈ കൊണ്ടല്ല മിക്സ് ചെയ്യണം, ഞാൻ മിക്സിയുടെ ജാറിലിട്ട് 2 റൗണ്ട് അടിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം അത് പണി എളുപ്പമായതുകൊണ്ട്. ഇത് രണ്ടും ഞാൻ നേരെ ഇപ്പോൾ തന്നെ അടുപ്പത്തേക്ക് കയറ്റും. അപ്പോൾ അത്ര ഉള്ളത് ഉണ്ടാക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും റോൾ ചെയ്തെടുക്കും. ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾസോ സാധാ യൂഷ്വൽ പാൻ കേക്ക് ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസും സെയിം തന്നെയാണ്. മുട്ട വേണം, പാല് വേണം, മൈദ വേണം, പിന്നെ ബേക്കിംഗ് പൗഡർ വേണം. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മുടെ പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ശർക്കരപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് വെള്ളം തീരെ ചേർക്കുന്നില്ല. അത് നല്ല രീതിയിൽ പാനിയായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ചെറിയ ജീരകവും പിന്നെ ഏലക്ക പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടി. അതിനുശേഷം 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, ഇത് ഫ്രോസൺ കോക്കനട്ട് ഇവിടെ മേടിക്കാൻ കിട്ടുന്നതാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ആ തേങ്ങ ഒന്ന് വേവുന്നത് വരെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളം പറ്റുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബ്ലെൻഡറിലേക്ക് 1 കോഴിമുട്ട, ഒരു അല്പം ബേക്കിംഗ് പൗഡർ, പിന്നെ 1 കപ്പ് മൈദ, പിന്നെ പാല്, ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 അല്പം ഉപ്പ്,
പിന്നെ എല്ലാ വീഡിയോസും നോക്കി കഴിഞ്ഞപ്പോഴും ഈ റോളിന് ഒരു മഞ്ഞ കളറാണ്, അപ്പോൾ അതുകൊണ്ട് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് ഞാൻ പെട്ടെന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്രെപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ, ഫ്രഞ്ച് ക്രെപ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇത് ജസ്റ്റ് നേരെ പാനിലേക്ക് ഒഴിക്കുക, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ട് സൈഡും ചുട്ടെടുക്കുക. നമ്മൾ അപ്പമൊക്കെ ചുട്ടെടുക്കുന്ന പോലെ രണ്ട് സൈഡും ചുട്ടെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻ കേക്കിൻ്റെ ബേസ് ആയിട്ട് വരുന്ന സാധനം. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ നോർമൽ പാൻ കേക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മുട്ട, ബേക്കിംഗ് പൗഡർ, മൈദ, പിന്നെ പാല്, പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പൊടി ഉപ്പ്. ഇതും ഞാൻ യൂഷ്വലി ബ്ലെൻഡറിൽ തന്നെയാണ് മിക്സ് ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് ബീറ്ററിലിട്ട് ആഡ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ മാഷ്ഡ് ആയിട്ടുള്ള ബനാനയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിലാണ്, അല്ലാതെ ഒരു ജാർ എടുത്ത് ഞാൻ അങ്ങനെ മിക്സ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ബ്ലെൻഡറിൽ തന്നെയാണ് മിക്സ് ചെയ്യാറ്. അപ്പോൾ അത് നേരെ നമ്മൾ നല്ല രീതിയിൽ അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. മറ്റേ ശ്രീലങ്കൻ പാൻ കേക്കിനേക്കാളും കൂടുതൽ ബേക്കിംഗ് പൗഡർ ഇതിൻ്റെ അകത്ത് വേണ്ടി വരും, എന്നാലാണ് നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് വരുള്ളൂ കേട്ടോ. ഇതും നേരെ പാനിലേക്ക് ഒഴിക്കുക. ബട്ടറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും, ബട്ടറിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കൂടി വരും. പിന്നെ ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അത്യാവശ്യം ഇങ്ങനെ കുറച്ച് തിക്നെസ്സോടുകൂടി ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത്യാവശ്യം കൊമളകൾ വന്നു കഴിയുമ്പോഴത്തേക്കും നേരെ ഫ്ലിപ്പ് ചെയ്യുക, അപ്പം അത്രേ ഉള്ളൂ. നമ്മുടെ ശ്രീലങ്കൻ പാൻ കേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുക. അതിന് ശേഷം നമ്മുടെ ഈ കബാബും അല്ലെങ്കിൽ റോൾസൊക്കെ റോൾ ചെയ്തെടുക്കുന്ന മാതിരി രണ്ട് സൈഡ് മടക്കി വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളിത് അപ്പം പോലെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ഷീറ്റും വെച്ചിട്ട് നമ്മുടെ ശ്രീലങ്കൻ പാൻ കേക്ക് ഞാൻ റോൾ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൻ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി റെഡി ആവാനുണ്ട്. ഞാൻ ഏത് സ്റ്റൈലിലാണ് റെഡി ആവണേ, അല്ലെങ്കിൽ ഞങ്ങൾ ഏത് സ്റ്റൈലിലാണ് റെഡി ആവണേ എന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് സെറ്റായിട്ട് എൻ്റെ ഹെയറും മേക്കപ്പും മാത്രം ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് സാധാ ഡ്രസ്സിൽ തന്നെ. കാരണം എനിക്ക് ഓൺഡ്രെ കടയിൽ കയറിയിട്ട് സമ്മർ റോളിനുള്ള സാധനം മേടിക്കാനുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും എനിക്ക് കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അറിയാം ഓരോരുത്തരും ഏതൊക്കെ കൺട്രീനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് വരണമെന്ന്. ഓക്കെ, അപ്പം ലെറ്റ്സ് സീ. ഞാൻ എൻ്റെ മേക്കപ്പും അതുപോലെ തന്നെ ഹെയറും ഒക്കെ സെറ്റ് ചെയ്തു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ഏത് കൺട്രി ആയിരിക്കും എന്ന് പറയാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും? ചാൻസ് കുറവാണ്. കാരണം ഇതേ സിമിലാരിറ്റി ഉള്ള വേറെ കൺട്രീസും ഉണ്ട്. അപ്പോൾ ഐ മീൻ എൻ്റെ കൺട്രിയുടെ ഇറ്റ്സ് നോട്ട് നെസസറിലി ദിസ്, പക്ഷെ ഞാൻ ഈ മോഡൽ കുറേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഹെയർ ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല, അവിടെ ചെന്നിട്ട് ഡ്രസ്സ് ഇടുള്ളൂ. ഓൺ ദ വേ എനിക്ക് സമ്മർ റോളിന് വേണ്ടിയിട്ടുള്ള റൈസ് ഷീറ്റും സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് മേടിച്ച് ഞാൻ അവിടെ ചെന്ന് പെട്ടെന്ന് ഉണ്ടാക്കും. അത് വലിയ സമയമൊന്നും എടുക്കില്ല, ജസ്റ്റ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ടൈം മാത്രമേ എടുക്കുള്ളൂ. അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോളിലേക്ക് പോവും. പിന്നെ ഞാൻ ഇൻ ബിറ്റ്വീൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് വീട്ടിൽ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ വീട്ടിൽ വെച്ചിട്ട് ജോബി വിക്കിക്ക് ഫുഡ് കൊടുത്തു, അവളെ കുളിപ്പിച്ച് അവളെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ ജോബിയും കുളിച്ച് റെഡിയായി, ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹെയർ ഡോ ഒക്കെ ചെയ്തു. പിന്നെ നമ്മുടെ നെയ്ക്കൂട്ടിന് വേണ്ടിയിട്ടുള്ള കാർഡൊക്കെ എഴുതി. പിന്നെ നമ്മൾ ബാക്കി നമ്മൾ സ്നാക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പാൻ കേക്കൊക്കെ, അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. ഹിയർ ഈസ് വിക്കിയുടെ ഈ ഉടുപ്പും കൈൻഡ് ഓഫ് ഞങ്ങളുടെ ഡ്രസ്സുമായിട്ട് മാച്ചിങ് ആണ്. ഐ മീൻ ഇറ്റ് വിൽ ഗോ വിത്ത് ദ സ്റ്റൈൽ. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അവൾക്ക് വേറൊരു ഉടുപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഉടുപ്പിൻ്റെ മേളിൽ ഞാൻ തന്നെ അവൾ കുഞ്ഞായിരുന്നപ്പോൾ തയ്പ്പിച്ച ഒരു കുഞ്ഞുടുപ്പ് ഉണ്ട്. അത് ഇടുവാണെങ്കിൽ ഏകദേശം സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഇവളെ ചിലപ്പോൾ ഉടുപ്പ് മാറ്റിക്കില്ല. ഉടുപ്പിൻ്റെ മേളിൽ ഞാൻ മറ്റൊന്ന് ഇട്ട് നോക്കും, എന്നിട്ട് എങ്ങനെയുണ്ട് സ്റ്റൈലിന് നോക്കും. ലാസ്റ്റ് മൊമെൻറ്റിൽ ഡിസൈഡ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുവാണ്. ജോബിയുടെ ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കട കയറണം, അവിടെ ചെല്ലണം, സാധനമൊക്കെ സെറ്റ് ചെയ്യണം. ഇനി ഹോളിൽ എന്നിട്ട് ഞാൻ ഡെക്കോറും ബാക്കി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ എല്ലാ ആൾക്കാരെയും ഇൻഡിവിജ്വൽ അല്ല, ഐ മീൻ ഓരോ ആൾക്കാരും ഏത് കൺട്രീനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നൊരു വളരെ നൈസ് ഡേ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണം. ഐ എം റിയലി എക്സൈറ്റഡ്. അപ്പം ഇതാണ് നമ്മുടെ പരിപാടിയുടെ ഡെക്കോറും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ വരുന്നത്. ഈ ഡെക്കോറും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ തന്നെയാണ്. യൂഷ്വലി നമ്മുടെ പരിപാടിക്കെല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്നത്. Which country are you representing? UK. And which country you are representing? I also UK. UK അല്ല, എൻ്റെ മുൻ മെക്സിക്കോ എന്നാണ് പറഞ്ഞോ. Mexico. Wow. And which country you are representing, Emma? India. Para India.
Kunna, which country are you representing? Germany. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും ഓരോരോ ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. പതുക്കെ ഒരു സൈഡിൽ നിന്ന് പാർട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതൊരു കീറ്റ സ്പേസ് ആണ് എടുത്തിരിക്കുന്നത് ഈ സെലിബ്രേഷന് വേണ്ടിയിട്ട്. പക്ഷേ ആ ടൈമിൽ കീറ്റ ക്ലോസ്ഡ് ആയതുകൊണ്ട് അവരിങ്ങനെ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി തന്നതാണ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം വരുന്നത്. ഇതാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും കോസ്റ്റ്യൂം വരുന്നത്. നമുക്ക് സ്പെയിൻ ഉണ്ടായിരുന്നു, യുഎസ് ഉണ്ടായിരുന്നു, ജർമ്മനി ഉണ്ടായിരുന്നു, പിന്നെ ഇന്ത്യ ഉണ്ടായിരുന്നു, മെക്സിക്കോ ഉണ്ടായിരുന്നു, പിന്നെ അറബിക് ആയിട്ടുള്ള ഒരു അറബിക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഹോസ്റ്റ് ഇംഗ്ലീഷ് ഡ്രസ്സാണ്. അപ്പോൾ ബ്രിജറ്റൻ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മുടെ മെയിൻ ഹോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ്സ് അഞ്ജലി. ദ മെയിൻ ഷോ സ്റ്റോപ്പർ ഓഫ് ദ ഇവൻ്റ് എന്ന് പറയുന്നത് ഈ അറബി ആയിരുന്നു. ദിനേശ് ചേട്ടനായിരുന്നു ഡ്രസ്സപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പതുക്കെ എല്ലാവരും ഹോളിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ്. ഇത് എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പ്രശോഭേട്ടൻ ചൈനീസ് കോസ്റ്റ്യൂമിലാണ് വന്നിട്ടുള്ളത്. ദെൻ രമ്യ, റെബിൻ, എമ്മ ഫാമിലി ഇന്ത്യൻ കോസ്റ്റ്യൂമിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ജോൺ ആൻഡ് നിവിമോൾ US കോസ്റ്റ്യൂമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫാമിലി ജർമ്മൻ ഡ്രിൻഡിലൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മിജോൺ ആൻഡ് ചിന്നു സൗത്ത് കൊറിയ ആയിരുന്നു, മോഡേൺ സൗത്ത് കൊറിയ. ജിപ്സൺ ആൻഡ് ടാൻസി മെക്സിക്കോ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരുന്നു. എലിസബത്ത് ആൻഡ് ഫിലിപ്പ് സ്പെയിൻ ആയിരുന്നു. ആൻഡ് ദിനേശ് ചേട്ടൻ ആൻഡ് രേഷ്മ ചേച്ചി അറബിക് ആൻഡ് ബെല്ലി ഡാൻസ് കോസ്റ്റ്യൂം ആയിരുന്നു. സോഹന രാഗില ജപ്പാനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും അവിടെ ഒരു എൻട്രി കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ഡാൻസും കൂത്തും പരിപാടികളും ഒക്കെ ആയിരുന്നു. നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന പ്രായം തമ്മിൽ മോഹം നൽകി ഇത് വെച്ചിട്ടുള്ള പാട്ട് വെച്ചിട്ടായിരുന്നു. ആക്ച്വലി വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡാൻസും പിന്നെ ഈ പാട്ടും തമ്മിൽ യാതൊരു സിഗ്ഗും ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല. അടിപൊളി ഫീലിംഗ് ആയിരുന്നു. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും മതിമറന്ന് അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും കൂടുകയും പിന്നെ കുറേ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്കിക്ക് നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഫാൻ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതാണ് നമ്മുടെ സ്നാക്ക് പ്ലാറ്റർ വരുന്നത്. അപ്പോൾ ഓരോ കൺട്രിയുടെയും സ്നാക്കാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കൺട്രിയുടെ ഫ്ലാഗും അതിൻ്റെ അകത്ത് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. Thank you everyone. Thank you everyone for all your wishes. We are very much happy with your presence. And yeah, from Anay and maybe from Anjali as well. Say hi. Nila, say hi. Annie, say hi. Hamsu, say hi. Hi, Nila.
അകത്ത് ചൂടായതുകൊണ്ടും പിന്നെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. അപ്പോഴത്തേക്കും എല്ലാവരും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പുറത്ത് നല്ല ഫോട്ടോ സ്പോട്ട്സ് ഉള്ളതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ മൂകനായിട്ടിരിക്കുന്ന അറബി സാർ. അറബി സാർ അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. പിന്നെ എല്ലാവരും പുറത്ത് ആ ഒരു ഗ്രീൻ സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ നിന്നിട്ടാണ് പിന്നെ എല്ലാവരുടെയും ഫാമിലി ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും ഒക്കെ എടുത്തത്. എല്ലാവരും കൂടെ ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അടിപൊളി വൈബായിരുന്നു. എസ്പെഷ്യലി അറബി സാറിന് കുറേ ഫാൻസ് ഉണ്ടായിരുന്നു. ഗേൾസ് എല്ലാവരും പുള്ളിയുടെ ചുറ്റുമായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ നമ്മൾ അകത്ത് വന്നിട്ട് കുറേ ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു മാപ്പ് ഫിക്സ് ചെയ്തിട്ട് ഒരു കൺട്രി പറയും. ആ കൺട്രിയിൽ നമ്മൾ പിന്നും കൊണ്ട് കറക്റ്റ് കൺട്രിയിൽ പിൻ ചെയ്യണം. അതായിരുന്നു ഫസ്റ്റ് ഗെയിം. അത് നമുക്ക് എന്തായാലും ഒറ്റടിക്കാൻ കുത്താനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഓരോരുത്തരും ഇങ്ങനെ ചൂട് തണുപ്പെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇട്ടൂലി കളിക്കില്ലേ, അതുപോലെ പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർ കുത്തിക്കൊണ്ടിരുന്നത്. പിന്നെ മൈക്ക് എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ഓടിപ്പോയി മൈക്ക് എടുത്തിട്ട് കോമ്പയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കോമ്പയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സർക്കാസ്റ്റിക് രീതിയിൽ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഗെയിമിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് ജോണായിരുന്നു. ജോൺ കറക്റ്റായിട്ട് ആ പറഞ്ഞ കൺട്രിയിൽ തന്നെ പിന്നും കൊണ്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോണാണ് വിൻ ചെയ്തത്. എല്ലാവർക്കും അത് കഴിഞ്ഞ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അഞ്ജലിയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഓരോ കൺട്രിയുടെ ഫ്ലാഗ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എല്ലാ പിള്ളേർക്കും നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും നല്ല രസമായിരുന്നു. നമ്മൾ വിക്കിക്കും ഒരു കുഞ്ഞ് ട്രോഫി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. ഇതാണ് നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ട്രാവൽ എസെൻഷ്യൽസ് ആയിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ ഓരോരുത്തരുടെ ഫോട്ടോ അവരുടെ ഏത് കൺട്രീനാണ് റെപ്രസെൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഫോട്ടോയും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ ബാഗിലായിട്ടായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിള്ളേരുടെ പാട്ടുണ്ടായിരുന്നു, പിന്നെ ക്വിസ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടെ കൂടിയപ്പോഴത്തേക്കും ഭയങ്കര കളറായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അത്. എല്ലാം കഴിഞ്ഞ് ഫുഡും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആഘോഷമായിരുന്നു. ഈവനിങ് ആയപ്പോഴത്തേക്കും എല്ലാവരും പാട്ടും ഡാൻസും പരിപാടികളൊക്കെ ആയിട്ട്. ഫുഡ് നമ്മൾ നിലയെന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണി ആയിരുന്നു. അന്നത്തെ ദിവസം പിന്നെ ഇങ്ങനെ ഫുൾ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് വൈബാക്കി തീർത്തു. ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞ് വീടെത്തിയപ്പോഴത്തേക്കും നിയർലി ഒരു 2 മണി സമയമായിട്ടുണ്ടായിരുന്നു.
അടിപൊളി പരിപാടിയായിരുന്നു. ഇനി നിങ്ങൾക്കൊക്കെ ആണെങ്കിലും പിള്ളേരുടെ ബർത്ത്ഡേക്കൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി തീമാണിത്. എല്ലാവരും ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല നൈസ് പരിപാടിയായിരിക്കും. ഞാൻ ഈ വീഡിയോ ഇതുകൊണ്ട് ഞാൻ റാപ്പപ്പ് ചെയ്യുവാണ്. ഞാനതിൻ്റെ കൺക്ലൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. പക്ഷേ അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ പോകുന്നു. ബൈ ബൈ.